ഗുഡ് ഈവനിങ് ഓൾ. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ജീവനുള്ള വിത്തുകൾ എന്ന പാഠഭാഗത്തിന്റെ അവസാന ഭാഗമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് വിത്ത് മുളക്കുന്നതിനെ കുറിച്ചും വിത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചും എങ്ങനെയാണ് ഒരു സസ്യത്തിലുള്ള വിത്തിനുള്ള ആഹാരം ലഭിക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് വിത്ത് വിതരണം നടക്കുന്നത് എന്നാണ്. അതിനുമുമ്പ് കഴിഞ്ഞ ക്ലാസ്സിലെ കാര്യങ്ങൾ ഒന്നുകൂടി റിവൈൻഡ് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ് വിത്ത് മുളക്കൽ എന്നുള്ളതാണ്. ഓക്കെ, വിത്ത് മുളക്കുന്നതിനെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പം എന്താണ് വിത്ത് മുളക്കൽ എന്ന് പറഞ്ഞു. ആദ്യം എന്താണ് വിത്ത് കുതിർന്നാണ്ട് അതിന്റെ പുറന്തോട് പൊട്ടും. അതിനുശേഷം ബീജമൂലം, ആദ്യം പുറത്തു വരുന്നത് ബീജമൂലമാണ്. ആ ബീജമൂലം പിന്നീട് എന്താണ് ചെടിയുടെ വേരായിട്ട് മാറും. അതിനുശേഷം ബീജശീർഷം വരും. ഈ ബീജശീർഷമാണ് പിന്നീട് എന്താണ് ചെടിയുടെ തണ്ടും ഇലയുമായിട്ട് മാറുന്നു. അങ്ങനെ ഒരു പൂർണ്ണ വളർച്ചയിലുള്ള ഒരു ചെടി എന്താണ് പിന്നീട് അങ്ങനെ വിവിധ ഘട്ടങ്ങളിലൂടെ ആയിട്ട് എന്താണ് ഒരു ചെടി വളർച്ചയിൽ എത്തും. എന്നാൽ ഈ ഒരു അവസരത്തിലും ചെടിക്ക് അല്ലെങ്കിൽ വിത്തിന് എന്താണ് ആഹാരം ആവശ്യമാണ്. ആ സമയത്ത് ആഹാരം നൽകുന്നത് ബീജപത്രത്തിലോ ബീജാന്നത്തിലോ കരുതി വെച്ച ആഹാരമാണ് ആ സമയത്ത് എന്താണ് ആ വിത്തിന് ലഭ്യമാക്കുന്നത്. എന്നാൽ അത് പൂർണ്ണ വളർച്ചയിൽ എത്തിയതിനു ശേഷം നമുക്കറിയാം ഇലകളിൽ വെച്ച് എന്ത് നടക്കും, പ്രകാശ സംശ്ലേഷണം നടക്കും. ഈ പ്രകാശ സംശ്ലേഷണ ഫലമായിട്ട് പിന്നീട് ഇലകളിൽ നിന്ന് എന്താണ് സസ്യം മൊത്തം ഇലകളിൽ നിന്നും ഇലകളിലെ ആഹാരം എന്താണ് സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തി അതിന് ആഹാരം ലഭ്യമാക്കും. ഓക്കെ, നമ്മൾ ആ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. പിന്നെ നമ്മൾ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്, വിത്ത് മുളക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു. പ്രധാനമായിട്ടുള്ള ബീജമൂലം, ബീജപത്രം, ബീജാനം എന്നീ 3 വാക്കുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ ഭാഗം. പിന്നെ എന്താണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞു. ഹൈഡ്രോപോണിക്സ് മണ്ണില്ലാതെ പോഷകലായനിയിൽ വളർത്തുന്ന ഒരു നൂതന രീതിയാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞു. പിന്നെ വിത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് പറഞ്ഞു. പല വിത്തും പല രീതിയിലാണ് ഉണ്ടാവുക. പിന്നെ എല്ലാ ചെടികളും വിത്ത് ഉണ്ടായിക്കൊണ്ടെല്ലാം മുളക്കുന്നത്. ഞാൻ പറഞ്ഞു മുരിങ്ങയുടെ കൊമ്പ് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, മുരിങ്ങ മരം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതിന് വിത്ത് വേണം നിർബന്ധമില്ല. അത്തരത്തിൽ വിത്തില്ലാതെയും ചെടികൾ ഉണ്ടാകുന്നതിനെ കുറിച്ച് നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തു. സോ അതിനുശേഷം നമ്മൾ ഇനി പറയാൻ പോകുന്നത്, നമ്മൾ പറഞ്ഞു ചില ചെടികളിലൊക്കെ എന്താണ് വിത്ത് ആവശ്യമാണ്. വിത്ത് എന്ന് പറഞ്ഞ പ്രധാന ഒരു ഘടകമാണ്. അതിന്റെ പുതിയ ഒരു സസ്യം ഉണ്ടാവണമെങ്കിൽ എന്താണ് വിത്ത് അത്യാവശ്യമാണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്കറിയാം ഈ വിത്തുകളൊക്കെ എങ്ങനെയാണ് എത്തപ്പെടുന്നത്. ഇപ്പൊ നമ്മളെ വീട്ടില് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു പയർ ചെടി ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ വീട്ടില് ഒരു പയർച്ചെടി ഉണ്ട് നമ്മൾ കരുതാം. ഓക്കെ, പയർച്ചെടി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ വിത്ത് നമുക്ക് ഒന്നെങ്കിൽ സ്കൂളുകളിൽ നിന്നോ അല്ലെങ്കിൽ അടുത്തുള്ള കൃഷിഭവനിൽ നിന്നാണ് നമുക്ക് അതിന്റെ വിത്തുകൾ ലഭ്യമായിട്ടുണ്ടാവുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ വീടുകളിൽ ഉണക്കി സൂക്ഷിച്ചു കണ്ട് എന്തുണ്ടാക്കാം, വിത്തുകൾ ഉണ്ടാക്കാം. എന്നാൽ കൂടി സാധാരണഗതിയിൽ നമ്മൾ എന്താണ് കൃഷിഭവനിലെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. അങ്ങനെ കൃഷിഭവനിൽ നിന്നൊക്കെ എന്ത് ചെയ്യും, നമുക്ക് വിത്തുകൾ ലഭിക്കും. ഈ ലഭ്യമാകുന്ന വിത്തുകൾ എന്ത് ചെയ്യും, നമ്മൾ കുഴിച്ചിട്ടതിന് ശേഷം പയർച്ചെടി വളരും. പിന്നീട് ഉണ്ടാകുന്ന അപ്പൊ ഒരു പയർച്ചെടിയുടെ ഒരു തലമുറ നമ്മൾ ആ വിത്ത് ഉപയോഗിച്ചുണ്ടാക്കി. രണ്ടാമത്തെ ഒരു തലമുറ അല്ലെങ്കിൽ വീണ്ടും ഒരു പയർച്ചെടി ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്താണ് ഉപയോഗിക്കുക, ആ പയർച്ചെടിയുടെ വിത്തുകൾ എന്താണ് ആ പയർ എല്ലാ പയറുകളും നമ്മൾ ഭക്ഷ്യയോഗ്യമാക്കില്ല. ചില പയറുകൾ എന്ത് ചെയ്യും, നമ്മളത് ഉണക്കി സൂക്ഷിച്ച് അതിന്റെ വിത്തുകൾ അടുത്ത പ്രാവശ്യം ഇതുപോലെ എന്താണ് പയർച്ചെടി ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കും. അവിടെ എന്താണ് നമ്മളാണ് ആ പയർച്ചെടിയുടെ കുരുകൾ എടുത്തു വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യണം, അടുത്ത തലമുറകൾ ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തരണം. അങ്ങനെ ആ വിത്തുകൾ പലയിടത്തും നമുക്ക് എന്ത് ചെയ്യാം, ഇട്ടുകൊണ്ട് പുതിയ പുതിയ പയർച്ചെടികൾ ഉണ്ടാക്കാം. എന്നാൽ വെണ്ടയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, വെണ്ടയുടെ കേസിൽ ഇതുപോലെ വിത്തുകൾ വാങ്ങാൻ കിട്ടും, അതുപോലെ തന്നെ തൈകളും വാങ്ങാൻ കിട്ടും. എന്നാൽ വെണ്ടയുടെ കേസിൽ അതിന് സ്വാഭാവികമായിട്ടും ഒരു പ്രത്യേകത ഉണ്ട്, പയർച്ചെടിക്കുണ്ട്. അതുപോലെ തന്നെ വെണ്ടയുടെ സ്വാഭാവിക പ്രത്യേകത, അതിന്റെ വിത്തുകൾ വിതരണം ചെയ്യുന്ന വെണ്ട എന്താണ് ഉണങ്ങിക്കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കും. ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ലോണം ഉണങ്ങിയ ഒരു വെണ്ടയുടെ കായ നോക്കുകയാണെങ്കിൽ അതിന്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ അത് പൊട്ടിത്തെറിച്ചൊരു ഭാഗമുണ്ടാവും. അതായത് അങ്ങനെ പൊട്ടിത്തെറിക്കുന്നതിന്റെ ഫലമായിട്ട് എന്താണ് അതിന്റെ വിത്ത് മറ്റു ഭാഗങ്ങളിലേക്ക് എന്താണ് സ്പ്രെഡ് ചെയ്യും. പിന്നെ നമുക്കറിയാം അപ്പൂപ്പൻ താടി എവിടെയോ ഉണ്ടായ അപ്പൂപ്പൻ താടി നമ്മുടെ വീടുകളിലൊക്കെ ചിലപ്പോൾ വരാറുണ്ട് അല്ലെ. കാരണം അതിന്റെ താഴെ ഒരു ചെറിയൊരു കാപ്പി മഴത്തുള്ളി പോലുള്ള ഒരു ഇതുണ്ട്. അതാണ് അപ്പൂപ്പൻ താടിയുടെ വിത്ത്. ചില കേസിൽ ആ വിത്ത് എന്താകുമ്പോൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും, വെറും അപ്പൂപ്പൻ താടിന്റെ മുകൾ ഭാഗം മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുക. അങ്ങനെ അപ്പൂപ്പൻ താടി, അതായത് ഒരു സ്ഥലത്തുണ്ടായ അപ്പൂപ്പൻ താടി കാറ്റ് വഴി ഇങ്ങനെ വന്ന് നമ്മളെ വീടുകളിലെത്തും. അങ്ങനെ നമ്മളെ വീടുകളിൽ എന്തുണ്ടാവും, അപ്പൂപ്പൻ താടിയുടെ മരം ഉണ്ടാകും. ഓക്കെ, ഇത്തരത്തിൽ ഒന്നില്ലെങ്കിൽ മനുഷ്യരിലൂടെ അല്ലെങ്കിൽ കാറ്റിലൂടെ വെള്ളത്തിലൂടെ ജീവികളിലൂടെ എല്ലാമാണ് എന്ത്
സാധാരണഗതിയിൽ വിത്തിന്റെ വിതരണം സാധ്യമാകുന്നത്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. കൂടുതൽ എക്സാമ്പിളുകളിലൂടെ നമ്മൾ എന്ത് ചെയ്യാം, ഇതിനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ടോപ്പിക് എന്തായിരിക്കും, വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, ഇവിടെ ഒരു സംഭാഷണമുണ്ട്. ഞാവൽ മരവും പക്ഷിയും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. നമുക്ക് നോക്കാം എന്താ പറയുന്നത് നോക്കാം. ഞാവൽ പറയാം, നീ എന്തിനാണ് എന്റെ പഴം തിന്നുന്നത്? പക്ഷി, നിന്റെ പഴം തിന്ന് വിശപ്പടക്കുക മാത്രമല്ല ഞാൻ ചെയ്യുന്നത്, വിത്ത് പല സ്ഥലങ്ങളിലും എത്തിക്കുന്നുമുണ്ട്. അപ്പൊ ഞാവൽ എന്താ പറയുന്നത്, നീ ഇല്ലെങ്കിലും എന്റെ വിത്ത് താഴെ വീണ് മുളക്കില്ലേ? അപ്പൊ പക്ഷി പറയും, ഇത്രയും അധികം വിത്തുകൾ നിന്റെ ചുവട്ടിൽ വളരാൻ വേണ്ട സ്ഥലമുണ്ടോ? അല്ലെ? അപ്പൊ അത് ചോദിക്കാൻ, ഈ ഒരു ചോദ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, പക്ഷി പറയുന്നുണ്ട്, ഞാൻ നിന്റെ പഴം കഴിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അതിന്റെ വിത്തിനെ പല സ്ഥലങ്ങളിലേക്കും എത്തിക്കുന്നുണ്ട്. നമുക്കറിയാം പക്ഷികൾ എന്താണ്, എല്ലാ പഴങ്ങളും ഭക്ഷിച്ചു കഴിഞ്ഞ ശേഷം അതിന്റെ അവശിഷ്ടം എന്താണ്, നമുക്കറിയാം, കാഷ്ടം, ഓക്കെ, അതിന്റെ നാച്ചുറൽ പ്രോസസ് വഴി എന്താണ്, ആ വിത്ത് ഭക്ഷണത്തിലൂടെ പുറന്തള്ളപ്പെടുന്ന വിത്തുകൾ വേറെ എവിടെയെങ്കിലും ആയിരിക്കും എത്തുക. അപ്പൊ അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, അവിടെയും ഈ ഞാവൽ മരം ഉണ്ടാകും. അങ്ങനെ ഒരു പ്രോസസ് നടക്കും. അതല്ല, ഞാവൽ മരം പറയുന്നുണ്ട്, എന്റെ വിത്തുകളൊക്കെ എന്താണ് എന്റെ ചുവട്ടിൽ തന്നെ, അതായത് അവിടെയും ഞാവൽ മരം ചുവട്ടിൽ വീണ് കഴിഞ്ഞാലും അവിടെ വിത്തുകൾ ഉണ്ടാവും. അപ്പൊ എന്നാൽ ഞാവൽ മരത്തിന്റെ ചുവട്ടിൽ കുറേ വിത്തുകൾ ഉണ്ടാവും. പക്ഷെ ആ എല്ലാ വിത്തുകൾക്കും അവിടെ മുളക്കാനുള്ള ഒരു സാഹചര്യം ഞാവൽ മരം കൊണ്ട്, ആ ഒരു ഞാവൽ മരം ഉണ്ടായതുകൊണ്ട് അവിടെ ലഭ്യമല്ല. കാരണം ഞാവൽ മരത്തിന് നല്ലൊരു തണലുള്ള മരമാണ്. അപ്പൊ താഴത്തുള്ള മറ്റു തൈകൾ വളരണമെങ്കിൽ എന്താണ്, ഈ തണലിലാണ് ഈ തൈകളൊക്കെ വളരുക. സ്വാഭാവികമായിട്ടും സൂര്യപ്രകാശത്തിന്റെ ലഭ്യത അവിടെ കുറവായിരിക്കും. പിന്നെ അവിടെ ഉണ്ടാക്കുന്ന മണ്ണിലെ ജലവും ലവണങ്ങളൊക്കെ ഈ ഞാവൽ മരം വലിച്ചെടുക്കും. കൂടുതലായിട്ട് വലിച്ചെടുക്കാൻ ഈ ഞാവൽ മരത്തിനുണ്ടാവും. അപ്പൊ ഈ വളർന്നു വരുന്ന ഈ സസ്യത്തിന് എന്താണ്, അതിന്റെ കപ്പാസിറ്റി കുറവായിരിക്കും. സ്വാഭാവികമായിട്ടും ഈ ഞാവൽ മരത്തിന്റെ ചുവട്ടിലുണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു ഞാവൽ മരത്തിന്റെ തൈകൾക്ക് എന്താണ്, ശരിയായ രീതിയിൽ വളർച്ച പ്രാപിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എവിടെയെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു മരത്തിന്റെ ചുവട്ടിൽ അതേ മരം തന്നെ കുറെ ഉണ്ടാവില്ല. അതെന്തല്ല, ഇത് സാധ്യമല്ല. അപ്പൊ അത്തരത്തിലുണ്ടാകുന്ന സമയത്ത് നമ്മൾ തിരിച്ചു വെക്കും അത്. അതായത് നമ്മൾ അങ്ങനെ ഒരു തൈ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ പരിപാലിച്ചുകൊണ്ട് നമ്മുടേതായ ഇടങ്ങളിലെന്തെയും ഒഴിഞ്ഞ ഇടങ്ങളിൽ നമുക്കതിനെ നടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, പുതിയൊരു നാവൽ മരം, നല്ല ഫലഭൂയിഷ്ടമായിട്ടുള്ള ഒരു നാവൽ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും. അപ്പൊ അതാണ് ഈ ഒരു സംഭാഷണത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കൺക്ലൂഡ് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇനി പറയുന്നുണ്ട്, ഇതുപോലെ സസ്യത്തിന്റെ വിത്തുകൾ പല സ്ഥലങ്ങളിലും എത്തിക്കുന്ന ഏതെല്ലാം ജീവികളാണ്, ഓക്കെ, ഏതെല്ലാം ജീവികളിലൂടെയാണ് സസ്യത്തിന്റെ വിത്തുകൾ എത്തുന്നത് എന്നാണ് ഇന്ന് പറയുന്നത്. ഓക്കെ, ഏതെല്ലാം ജീവികളിലൂടെയാണ് സസ്യത്തിന്റെ വിത്തുകൾ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് അണ്ണാൻ, അതുപോലെ തന്നെ വവ്വാൽ ഊമ്പിയിട്ട അടക്കകൾ, അല്ലെ? നിങ്ങൾ ഒരു കഥ പഠിക്കാനുണ്ടായിരുന്നു. ഞങ്ങള് ഐ തിങ്ക് 8th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന സമയത്താണെന്ന് ഞാൻ തോന്നുന്നു. ഒരു മലയാള സാഹിത്യത്തിലെ ഒരു കഥ ഉണ്ട്, വവ്വാൽ ഊമ്പിയിട്ട അടക്കകൾ എന്ന് പറഞ്ഞൊരു സെന്റൻസ് അവിടെ പറയുന്നുണ്ട്. സോ അടക്കകളൊക്കെ എന്താണ്, വവ്വാലുകൾ ഊമ്പിയിടും. പിന്നെ അടക്കാപ്പഴമൊക്കെ എന്താണ്, വവ്വാല് കഴിക്കും, അല്ലെ? അപ്പൊ ഭക്ഷിച്ചു കഴിഞ്ഞ് സ്വാഭാവികമായിട്ടും അതിന്റെ വിസർജനത്തിലൂടെ എന്ത് സംഭവിക്കും, അതിന്റെ വിത്തുകൾ പല സ്ഥലങ്ങളിൽ എന്തെയും വിതരണം ചെയ്യപ്പെടും. അണ്ണാന്, വവ്വാല്, പിന്നെ അതുപോലെ തന്നെ ചെറു പക്ഷികൾ, ചെറിയ ചെറിയ പക്ഷികളിലൂടെയൊക്കെ എന്താണ് വിതരണം. ഇതുപോലെ ധാരാളം മൃഗങ്ങൾ, പക്ഷിമൃഗാദികൾ വിത്ത് വിതരണത്തിന് സഹായിക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങൾ അത് നോട്ട് ഡൗൺ ചെയ്യണം. ഓക്കെ, നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ്, അണ്ണാനുണ്ട്, വവ്വാലുണ്ട്, ചെറു പക്ഷികളുണ്ട്, അല്ലെ? പിന്നെ നമുക്ക് ഒരു ഡോഡോ പക്ഷിനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? ഡോഡോ പക്ഷി, ഡോഡോ പക്ഷി. ഡോഡോ പക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗറീഷ്യസ് ദ്വീപുകളിൽ കാണപ്പെടുന്ന ഒരു തരം താറാവിനൊക്കെ പോലുള്ള ഒരു ബേർഡായിരുന്നു ഡോഡോ പക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോ ഈ സമയത്ത് ഡോഡോ പക്ഷിയെ നമുക്ക് കാണാൻ കഴിയില്ല. കാരണം എന്താന്ന് വെച്ചാല് അത് വംശനാശം സംഭവിച്ചു പോയിട്ടുണ്ട്. കാരണം വെച്ചാൽ ഡോഡോ പക്ഷി കഴിക്കുന്ന ഒരു വൃക്ഷമുണ്ട്, അതിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. ഓക്കെ, അത് എന്താ ഭക്ഷ്യയോഗ്യമാക്കുന്ന ഒരു സസ്യന്റെ, ആ സസ്യത്തിന്റെ എന്താണ് നാശനം എന്തിന് കാരണമായി, ഡോഡോ പക്ഷിയുടെ വംശനാശത്തിനും കാരണമായി. അതായത് ആ സസ്യത്തിന്റെ വളർച്ച എന്ന് പറഞ്ഞാൽ ഡോഡോ പക്ഷിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഡോഡോ പക്ഷി അതിന്റെ കായകൾ ഭക്ഷ്യയോഗ്യമാക്കുന്നു, അതിന്റെ വിസർജനത്തിലൂടെ പുതിയ പുതിയ അത്തരത്തിലുള്ള സസ്യങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ ഡോഡോ പക്ഷിയും സസ്യം, ആ ഒരു പ്ലാന്റും തമ്മിൽ എന്താണ് ഒരു കണക്ഷൻ ഉണ്ട്. നമ്മൾ പറഞ്ഞു ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞ ആ ഒരു ജീവശൃംഖല, അല്ലെ? ഒരു ജീവശൃംഖല അവിടെ ഉണ്ടായിരുന്നു. ആ ജീവശൃംഖലയിലെ ആ മരങ്ങൾ എന്താണ് നഷ്ടമായപ്പോൾ ഡോഡോ പക്ഷിയുടെ ജീവിതവും എന്തായി, അവതാളത്തിലായി. അതിന്റെ ഫലമായിട്ട് എന്തായി, ഡോഡോ പക്ഷി എന്തായി, വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ട് നമ്മുടെ ഈ ഭൂലോകത്ത് നിന്ന് തന്നെ അറ്റുപോയി എന്ന് നമുക്ക് പറയാം. ഓക്കെ,
ഇത്തരത്തിൽ കുറെ ജീവികൾ നമ്മൾ ഇതിനെക്കുറിച്ച് ഹിസ്റ്റോറിക്കൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ രസകരമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞു സസ്യത്തിന്റെ വിത്തുകൾ പല സ്ഥലങ്ങളിലും എത്തിക്കുന്നുണ്ട്. അണ്ണാന്, വവ്വാല്, ചെറു പക്ഷികളൊക്കെ എന്താണ് അതിനെ സഹായിക്കുന്ന ജീവികളാണെന്ന് നമുക്ക് പറഞ്ഞു. അതെ, ഇനി അടുത്തതായിട്ട് വിത്ത് പല സ്ഥലങ്ങളിൽ എത്തിക്കുന്നതിൽ മനുഷ്യനുള്ള പങ്കുണ്ട്. ഓക്കെ, മനുഷ്യന് ഉള്ള പങ്ക് എന്താണ്? അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. നമുക്കറിയാം, ഒരു പയറുചെടി നമ്മുടെ വീട്ടിൽ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ ഉണക്കി സൂക്ഷിച്ചിതാക്കും. പിന്നെ കൃഷിഭവനിൽ ഉണ്ടാകുന്ന ആൾക്കാരൊക്കെ ആ വിത്തിനെ എന്താണ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അതിനെ പ്രോസസ് ചെയ്താണ്ട് എന്ത് ചെയ്യും, മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നു. അതായത് കൃഷിഭവനിൽ മാത്രമല്ല ഒതുങ്ങി നിൽക്കുന്നത്, അത് ധാരാളം ആളുകളിലേക്ക് എത്തിക്കുന്നത് വഴി എന്താണ് ആ വിത്ത് വിതരണം ഒരു വളരെ വലിയ രീതിയിൽ എന്താണ് സസ്യത്തിന്റെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ സസ്യസമ്പുഷ്ടതയ്ക്കും എന്താണ് ഒരു കാരണമായി തീരുന്നു. ഓക്കെ, മാതൃസസ്യത്തിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് വിത്തുകൾ എത്തപ്പെടുന്നതാണ് വിത്ത് വിതരണം. എന്താണ് വിത്ത് വിതരണം? അതായത് മാതൃസസ്യത്തിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക്, ഓക്കെ, മാതൃസസ്യത്തിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് വിത്തുകൾ എത്തപ്പെടുന്നതാണ് എന്ത് വിത്ത് വിതരണം അഥവാ സീഡ് ഡിസ്പെർസൽ. മാതൃസസ്യത്തിൽ നിന്ന് പല സ്ഥലങ്ങളിലേക്ക് വിത്തുകൾ എത്തപ്പെടുന്നതിന് നമ്മൾ എന്ത് വിളിക്കും? വിത്ത് വിതരണം അഥവാ സീഡ് ഡിസ്പേഴ്സൽ എന്ന് വിളിക്കും. ഓക്കെ, വിത്ത് വിതരണം അഥവാ എന്താണ്? സീഡ് ഡിസ്പേഴ്സൽ എന്ന് വിളിക്കും. എന്താണ് വിത്ത് വിതരണം അഥവാ മാതൃസസ്യത്തിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് വിത്തുകൾ എത്തപ്പെടുന്നതിനെ നമ്മൾ എന്ത് വിളിക്കും? വിത്ത് വിതരണം എന്ന് വിളിക്കും. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞു വിത്ത് വിതരണം ചെയ്യപ്പെടുന്നുണ്ട് പല ജീവികളിലൂടെയും. വവ്വാല്, മനുഷ്യരിലൂടെയൊക്കെ എന്താണ് വിത്ത് വിതരണം നടക്കുന്നുണ്ട്. എന്തിനാണ് വിത്ത് വിതരണം നടക്കുന്നത്? ഓക്കെ, നമ്മൾ അതായത് ഞാവൽ മരത്തിന്റെ സംഭാഷണത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഞാവൽ മര ചുവട്ടിൽ അതിന്റെ തൈകൾ ഉണ്ടായാൽ കൂടി ഫലഭൂഷ്ടമായിട്ടുള്ള ഞാവൽ മരം ഉണ്ടാവാൻ എന്തല്ല അത് ഒരു കാരണം, അത് എന്താ ഫലഭൂഷ്ടമായിട്ടുള്ള ഞാവൽ മരങ്ങൾ ഉണ്ടാവാൻ സാധ്യമല്ല. കാരണം സൂര്യപ്രകാശത്തിന്റെ ലഭ്യത കുറവും ജലത്തിന്റെയും ലവണത്തിന്റെയും കുറവും കാരണം എന്താണ് ഫലഭൂഷ്ടമായ രീതിയിൽ ഞാവൽ മരം അതിന്റെ ചുവട്ടിൽ തന്നെ ഉണ്ടാകൽ എന്തല്ല സാധ്യമല്ല എന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഒരു പ്രധാന കാരണം വിത്ത് വിതരണത്തിന്റെ. അതായത് ഒരു സസ്യത്തിന്റെ വിത്തുകൾ എല്ലാം അതിന്റെ ചുവട്ടിൽ തന്നെ വീണ് മുളക്കുകയാണെങ്കിൽ അവയ്ക്കെല്ലാം വളരാൻ ആവശ്യമായ മണ്ണ്, വെള്ളം, സൂര്യപ്രകാശം, ധാതുലവണങ്ങൾ എന്നിവ ലഭിക്കില്ല. അതിനാൽ വിത്തുകൾ പല സ്ഥലങ്ങളിലേക്ക് വിതരണം ചെയ്യപ്പെടേണ്ടതുണ്ട്. വിവിധ സസ്യങ്ങൾ ഒരു പ്രദേശത്ത് കാണപ്പെടുന്നതും ഒരു സസ്യം വിവിധ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നതും എന്താണ്? ഇതുമൂലമാണ്. അതായത് വിവിധ സസ്യങ്ങൾ നമ്മൾ ഒരു പ്രദേശത്ത് കാണപ്പെടുന്നതും ഒരു സസ്യം വിവിധ പ്രദേശത്ത്, നമുക്ക് ഒരു സസ്യം ഒരു പ്രദേശത്ത് മാത്രമല്ല കാണപ്പെടുന്നത്, അത് പല പല സ്ഥലങ്ങളിൽ എന്താണ് നമുക്ക് കാണപ്പെടാൻ സാധിക്കുന്നതും എന്തുകൊണ്ടാണ്? വിത്ത് വിതരണം വഴിയാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം? അവസാനമായിട്ട് കൺക്ലൂഡ് ചെയ്യാം. ഈ രണ്ട് ടോപ്പിക്കുകൾ അല്ലെങ്കിൽ ഈ രണ്ട് പോയിന്റ്സ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇതുപോലെ എന്ത് ചെയ്യാം? നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കാം. ഓക്കെ, എക്സാമിന് ഒരു പക്ഷേ ഇത് ചോദിക്കാം. വിത്ത് വിതരണത്തിന്റെ പ്രത്യേകത എന്താണ്? ഒരു എക്സാമ്പിൾ വെച്ച് അതിനെ നമുക്ക് എന്ത് ചെയ്യാം? വിശകലനം ചെയ്യുക എന്ന് പറയാം. അപ്പൊ നമുക്ക് നമ്മളെ ടെക്സ്റ്റിലുള്ള ഞാവൽ മരത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അതുകൂടാതെ പയർച്ചെടിയെ കുറിച്ചോ അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എന്ത് ചെയ്യുക? അതിന്റെ വിശകലനം ചെയ്യുക. അല്ലെങ്കിൽ ഒരു പ്രസ്താവന രൂപത്തിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. വിത്ത് വിതരണത്തിന് അത്യാവശ്യം, അപ്പോൾ ഒരാൾ പറയുന്നു വിത്ത് വിതരണം ഒരു അത്യാവശ്യമായിട്ടുള്ള ഘടകമല്ല എന്ന് പറയാം. സസ്യസമ്പുഷ്ട വ്യവസ്ഥയ്ക്ക് ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നില്ലെങ്കിൽ കാരണം എന്ത്? ഇത്തരത്തിലൊക്കെ എന്ത് ചെയ്യുക? ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം. നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചില്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം. അപ്പോഴൊക്കെ എന്ത് ചെയ്യാം? നമുക്ക് ആൻസർ എന്ത് ചെയ്യാം? ഈ രൂപത്തിൽ എഴുതാം. ഒരു എക്സാമ്പിൾ കൂടി വെച്ച് എഴുതുകയാണെങ്കിൽ അതെന്താവും? പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ആവും. ഓക്കെ, വിത്ത് വിതരണത്തിന്റെ അനുകൂലനങ്ങൾ. ഓക്കെ, നമ്മൾ പറഞ്ഞു വിത്ത് വിതരണം ജീവികളുടെ നടക്കും. അതുകൂടാതെ കാറ്റ് വഴി, വെള്ളം വഴി, അഥവാ ജലത്തിന്റെ സഹായത്തോടു കൂടിയും പൊട്ടിത്തെറിച്ചു കൊണ്ടും ഒക്കെ എന്താണ് വിത്ത് വിതരണം നടക്കുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഇത്തരത്തിൽ എല്ലാ ചെടികളും വെള്ളത്തിലൂടെ വിത്ത് വിതരണം നടക്കുന്നില്ല. എല്ലാ ചെടികളും കാറ്റിലൂടെ എല്ലാ വിത്ത് വിതരണം നടക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ അവ കാറ്റിലൂടെ അല്ലെങ്കിൽ ജലത്തിലൂടെ ഒക്കെ വിത്ത് വിതരണം നടക്കണം എങ്കിൽ അവയ്ക്ക് അതിൻ്റെതായിട്ടുള്ള പ്രത്യേകത ഉണ്ട്. അവയുടെ വിത്തിന് അതിൻ്റെതായിട്ടുള്ള പ്രത്യേകത ഉണ്ട്. ആ പ്രത്യേകതകൾ എന്തെല്ലാം? അതിനാവശ്യമായിട്ടുള്ള അനുകൂല സാഹചര്യങ്ങൾ എന്തെല്ലാമാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, വെള്ളത്തിലൂടെ ഒഴുകിപ്പോകുന്ന തേങ്ങയ്ക്കുള്ള അനുകൂലനങ്ങൾ എന്തെല്ലാം? നിങ്ങൾക്കറിയാം, വെള്ളത്തിലൂടെ എന്താണ് തേങ്ങ അങ്ങനെ ഒഴുകി പോകുന്നത് കാണാം. കുറെ പോയി കഴിഞ്ഞാൽ തേങ്ങ പെട്ടെന്നൊന്നും ചീഞ്ഞു പോയില്ല. ഒരു വിത്ത്, ഓക്കെ, നമുക്കറിയാം വെള്ളത്തിന്റെ അഭാവം കൊണ്ട് തന്നെ എന്ത് ചെയ്യാം? അതിൽ ചെറിയ രീതിയിൽ മുള വന്ന് തെങ്ങിന്റെ തൈ ആവാൻ എന്ത് ചെയ്യാം? ചാൻസ് ഉണ്ട്. നമുക്ക് പിന്നീട് ആ തേങ്ങ മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ തെങ്ങ് നമുക്ക് അവിടെ എന്ത് ചെയ്യാം? ഉണ്ടാക്കാൻ സാധിക്കും. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് തേങ്ങയുടെ വിത്തിന്റെ വിതരണം പ്രധാനമായിട്ടും നടക്കുന്നത് എന്തിലൂടെയാണ്? വെള്ളത്തിലൂടെയാണ്. ഈ വെള്ളത്തിലൂടെ അത് നടക്കാനുള്ള പ്രധാനമായ കാരണങ്ങൾ എന്തെല്ലാം? അതായത് ഇത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് അതിന്റെ വിത്ത് വിതരണം വെള്ളത്തിലൂടെ നടക്കുന്നത്. ഒന്ന്, കുറച്ചു ദിവസങ്ങൾ വെള്ളത്തിൽ കിടന്നാലും എന്തില്ല? ചീഞ്ഞു പോവില്ല.
ഓക്കെ, അതിന്റെ വിത്ത് എന്തെയില്ല ചീഞ്ഞു പോകില്ല. കുറച്ച് ദിവസങ്ങൾ കിടന്നാലും എന്തെയില്ല ചീഞ്ഞു പോകില്ല. കാരണം അതിന് കട്ടിയായിട്ടുള്ള ഒരു പുറന്തോടുണ്ട്. അപ്പൊ അതിന്റെ വിത്തിന്റെ ഭാഗം എന്താണ് സംരക്ഷിക്കാനെല്ലാം കട്ടിയായിട്ടുള്ള പുറന്തോടുള്ളത് കൊണ്ട് തന്നെ കുറച്ച് ദിവസങ്ങൾ വെള്ളത്തിൽ കിടന്നാലും അതെന്താവില്ല, ചീഞ്ഞു പോകില്ല. തൊണ്ടിൽ വായു നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് വെള്ളത്തിൽ എന്താണ് പൊങ്ങിക്കിടക്കും. ഓക്കെ, വെള്ളത്തിലേക്ക് താഴ്ന്നു പോകുന്നില്ല, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. കാരണം തൊണ്ടിൽ വായു നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. ഈ രണ്ട് അനുകൂല സാഹചര്യങ്ങൾ കൊണ്ടാണ് സാധാരണഗതിയിൽ എന്താണ് നമ്മൾ പറയും, തേങ്ങ വെള്ളത്തിലൂടെയാണ് അതിന്റെ വിത്ത് വിതരണം സാധ്യമാക്കുന്നത്. അതിനുള്ള രണ്ട് കാരണങ്ങളാണ്: കുറച്ച് ദിവസങ്ങൾ വെള്ളത്തിൽ കിടന്നാലും ചീഞ്ഞു പോവില്ല, തൊണ്ടിൽ വായു നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് വെള്ളത്തിൽ എന്തായിരിക്കും, പൊങ്ങിക്കിടക്കും. ഓക്കെ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ വളരെ സ്ട്രെസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇന്ന് പഠിക്കണം. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞു അപ്പൂപ്പൻ താടി. നമ്മൾ പറഞ്ഞു അപ്പൂപ്പൻ താടി കാറ്റിലൂടെ പറന്ന് പറന്ന് പോകും. എന്തിനാണ് കാറ്റിലൂടെ പറക്കുന്നത് നമ്മൾ പറഞ്ഞു. ഇതിന്റെ താഴെ കാണുന്ന ഈ ഒരു കാപ്പി നിറത്തിൽ മഴത്തുള്ളി പോലെ അല്ലെ, ഈ കാപ്പി നിറത്തിൽ കാണുന്ന ഭാഗമാണ് ഇതിന്റെ വിത്ത് എന്ന് പറഞ്ഞാൽ. അതായത് കാറ്റിലൂടെ കാറ്റിന്റെ ദിശക്കനുസരിച്ച് എന്ത് ചെയ്യും, അതിങ്ങനെ പറന്നുകൊണ്ടേയിരിക്കും. എവിടെയെങ്കിലും ഒരു സ്ഥലത്തെത്തുന്ന സമയത്ത് അതുപോലെ അറിഞ്ഞിട്ടുണ്ടാവില്ല, ഈ വിത്ത് എന്ത് ചെയ്യും, വിതരണം ചെയ്യപ്പെട്ട് എവിടെയെങ്കിലുമൊക്കെ വീണിട്ടുണ്ടാകും. അങ്ങനെ ആ ഇടങ്ങളിൽ എന്തുണ്ടാകും, അപ്പൂപ്പൻ താടി മരം ഉണ്ടാകുന്നതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇത്തരത്തിൽ അപ്പൂപ്പൻ താടി ഇങ്ങനെ കുറേ സഞ്ചരിച്ച് കുറേ കാലം സഞ്ചരിച്ചാണ് നമ്മളെ വീട്ടിലേക്കൊക്കെ എത്തൂലേ. നമ്മളെ വീടാണ്, ജസ്റ്റ് അസ്യൂം. ഓക്കെ, നമ്മളെ വീടാണ്, നമ്മളെ വീട്ടിലേക്ക് എന്ത് ചെയ്യും, അപ്പൂപ്പൻ താടി വരും. അപ്പൂപ്പൻ താടി നമ്മൾ ഇവിടെ എവിടേക്കോ ഉള്ള അപ്പൂപ്പൻ താടികൾ കുറെ ചുറ്റിക്കറങ്ങി നമ്മളെ വീട്ടിലേക്ക് എത്തും. നമ്മളെ വീട്ടിലെത്തിയിട്ട് ഇവിടെ എത്തിയിട്ട് എന്ത് ചെയ്യും, അപ്പൂപ്പൻ താടിയുടെ പുതിയ അപ്പൂപ്പൻ താടി മരം ഉണ്ടാക്കും അല്ലെ. അപ്പൊ ഇങ്ങനെ ഇത്തരത്തിൽ ഈ അപ്പൂപ്പൻ താടിക്ക് ഇത്ര ദൂരം സഞ്ചരിക്കാനുള്ള അതിന് കഴിവ് എങ്ങനെയാണ്, അതിന്റെ ഈ വിത്തുകൾക്ക് ഇത്ര ദൂരം സഞ്ചരിക്കാൻ കഴിയുന്നത്, അതിന്റെ പ്രത്യേകതകൾ എന്താണ് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പൂപ്പൻ താടിനെ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം, അപ്പൂപ്പൻ താടി എന്താണ്, ലൈറ്റ് വെയിറ്റ്, അതായത് വളരെയധികം എന്താണ്, അതിന് ഭാരം എന്താണ്, കുറവാണ്. അപ്പൂപ്പൻ താടിക്ക് എന്താണ്, ഭാരം കുറവാണ് അല്ലെ. അപ്പൂപ്പൻ താടിയുടെ ഈ ആരോ ഞാൻ കുറവാണെന്ന് ഉദ്ദേശിച്ചതാണ്. ഓക്കെ, അപ്പൂപ്പൻ താടിക്ക് എന്താണ്, ഭാരം കുറവാണ്. പിന്നെ എന്താണ്, തൂവൽ പോലെയാണ് അല്ലെ, തൂവൽ പോലത്തെ ശരീരപ്രകൃതി, അതായത് തൂവൽ പോലെയാണ് എന്ത് ചെയ്യുക, അതിന്റെ വിത്തിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, തൂവൽ പോലെയാണ്. ഓക്കെ, തൂവൽ പോലെയാണ്. പിന്നെ വളരെ എന്താണ്, ഭാരം കുറവും. ഈ ഭാരം കുറവും ഫെദറിലേക്ക് അല്ലെങ്കിൽ തൂവലിനെ പോലുള്ള ഇത് വളരെ ഭാരം കുറഞ്ഞ രീതിയിലാണ് അതിന്റെ വിത്തുകൾ എന്ത് ചെയ്യുക, രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അവയ്ക്ക് എന്ത് ചെയ്യുക, കാറ്റിന്റെ ദിശക്കനുസരിച്ച് പറക്കാനും വിത്ത് വിതരണത്തിനും സാധ്യമാക്കുന്നത്. അപ്പൊ അതിന്റെ രണ്ട് അനുകൂല സാഹചര്യങ്ങളാണിത്. അപ്പൂപ്പൻ താടി കാറ്റിൽ പറക്കാൻ കാരണം എന്താവാം, ജന്തുക്കളും പക്ഷികളും ആഹാരമാക്കുന്ന എന്തൊക്കെ ഫലങ്ങളാണ് നിങ്ങൾക്ക് ചുറ്റിലുമുള്ളത്. ഓക്കെ, ഞാൻ പറഞ്ഞു അപ്പൂപ്പൻ താടിയുടെ അതിന്റെ വിത്ത് വിതരണത്തിന് അനുകൂലമായ രണ്ട് സാഹചര്യങ്ങൾ. ഒന്ന്, അതിന്റെ വിത്തിന് എന്താണ്, ഭാരം കുറവാണ്, അതുകൊണ്ട് തന്നെ കാറ്റിലൂടെ നീങ്ങിപ്പോകാൻ അതിന് സാധ്യമാകും. പിന്നീട് അതിന് തൂവൽ പോലെയുള്ള സ്ട്രക്ചർ ആണ്, അല്ലെങ്കിൽ തൂവൽ പോലെയുള്ള രീതിയിലാണ് എന്ത് ചെയ്യുക, അതിന്റെ വിത്തിന്റെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടും എന്തായ കാറ്റിന്റെ ദിശക്കനുസരിച്ച് അതിന് എന്ത് ചെയ്യാം, പറന്നു പോകാൻ സാധിക്കും. അതിലൂടെ അതിന് വിത്ത് വിതരണം എന്താവുന്നു, സാധ്യമാകും. ഓക്കെ, ജന്തുക്കളും പക്ഷികളും ആഹാരമാക്കുന്ന ഏതൊക്കെ ഫലങ്ങളാണ് നിങ്ങൾക്ക് ചുറ്റും ഉള്ളത്. ഓക്കെ, നിങ്ങൾക്കറിയാം നമ്മുടെ ചുറ്റും ഉണ്ടാകുന്ന വവ്വാലുകള്, പക്ഷികള്, കാക്കകളൊക്കെ എന്താണ്, ഒക്കെ എന്താണ്, ഈ വവ്വാലൊക്കെ നമുക്കറിയാം, നമുക്ക് നേന്ത്രപ്പഴം അല്ലെങ്കിൽ വാഴപ്പഴം ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ തേൻ കുടിക്കാൻ വരും. അതുപോലെ തന്നെ പഴമൊക്കെ എന്ത് ചെയ്യും, നശിപ്പിക്കാൻ വരും. കാരണം അത് നശിപ്പിക്കുകയല്ല, ഇവര് അത് ഭക്ഷ്യയോഗ്യമാക്കുകയും അതുപോലെ തന്നെ എന്താണ്, ഒരു രീതിയിൽ എന്താണ് വിത്തിന്റെ വിതരണം കൂടി നടത്തുകയാണ്. അത്തരത്തിൽ അടക്കാപ്പഴമൊക്കെ എന്താണ്, നമ്മൾ വവ്വാലുകൾ ഭക്ഷിക്കും. നമുക്കറിയാം നിപ്പ വൈറസിനെ കുറിച്ച്, വവ്വാലുകൾ ഭക്ഷിച്ചിട്ടുള്ള എന്താ ഫലങ്ങൾ നമ്മൾ ഭക്ഷിക്കുന്നത് വഴിയാണ് നമുക്ക് നിപ്പ വൈറസ് പകരുന്നത് എന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ട് പ്രകാരം അതിന്റെ പകർച്ച രീതി നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പിന്നെ നമ്മൾ പറയും ചെറിയ ചെറിയ പക്ഷികളും എന്താണ്, പക്ഷികളും കായ്ക്കനികളൊക്കെ തിന്നുന്ന പക്ഷികളുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് പക്ഷികളൊക്കെ എന്താണ് ഈ എന്താ പറയാ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാൻ വരുന്നത്? സ്വാഭാവികമായിട്ടും അതിന് നല്ല സ്മെല്ലായിരിക്കും അല്ലെ, നല്ല മണം ഉണ്ടാകും, പിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടാകും, നല്ല നിറമുണ്ട്, നല്ല അട്രാക്ഷൻ, അതായത് ആകർഷണീയമായ രീതിയിലുള്ള നിറമാണ് അതിനുണ്ടാകുക. അതുപോലെ തന്നെ നല്ല മണമുണ്ടാകും, പിന്നെ മാംസളമായിട്ടുള്ള ഭാഗമാണ് നമുക്ക് കഴിക്കാൻ നല്ല എളുപ്പമായിട്ടുള്ള ഒരു രീതിയിലാണ് ഉണ്ടാവുക. ഈ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെ എന്താണ്, ജീവജാലങ്ങൾ അല്ലെങ്കിൽ പക്ഷി മൃഗാദികൾ എന്താണ്, ഫലങ്ങളെ എന്ത് ചെയ്യും, ആകർഷിക്കും. അതിന്റെ ഫലമായിട്ടും എന്ത് ചെയ്യും, ഈ ഫലങ്ങളെ ആകർഷിക്കുന്നതിന്റെ ഫലമായിട്ട് ഫലം ഭക്ഷിക്കും ചെയ്യും. സ്വാഭാവികമായിട്ട് നമുക്ക് എന്താണ്, വിത്ത് വിതരണം എന്ന് പറഞ്ഞ ആ ഒരു പ്രോസസ്സ് വളരെ
എളുപ്പത്തിൽ നടക്കുകയും ചെയ്യും. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ ചുറ്റുമുള്ള ജന്തുക്കളൊക്കെ ഈ ഫലങ്ങളെ ആകർഷണീയമാകാൻ കാരണം? ഒന്നാമത് ഇതിന്റെ മാംസളമായ ഭാഗം, പിന്നെ അതിന്റെ നിറം, പിന്നെ മണം. നല്ല മണം ഉണ്ടാവും അല്ലെ? നല്ല നിറം എന്നത് വർണ്ണാഭമാണ് അല്ലെങ്കിൽ കളർഫുൾ ആണ്. മാംസളമാണ്, നല്ല മണം ഉണ്ടാകും. ഓക്കെ, അപ്പൊ അതിന്റെയൊക്കെ ഫലമായിട്ട് എന്താണ്, നല്ല ആകർഷണീയമായിരിക്കും അത് അല്ലെ? ആകർഷണീയമായിരിക്കും. അതുകൊണ്ടാണ് എന്ത് ചെയ്യാം, ഈ പക്ഷികളൊക്കെ എന്ത് ചെയ്യാം, ഈ ഫലങ്ങൾ ഭക്ഷിക്കാൻ വരുന്നത്. ജന്തുക്കളും പക്ഷികളും ആഹാരമാക്കുന്ന എന്തൊക്കെ ഫലങ്ങളാണ് നിങ്ങൾക്ക് ചുറ്റും ഉള്ളത്? നമ്മളത് പറഞ്ഞു ഏതൊക്കെയാണെന്നുള്ളത്. പിന്നെ ഈ ഫലങ്ങൾക്ക് പക്ഷികളെ ആകർഷിക്കുന്നതിനുള്ള എന്തെല്ലാം പ്രത്യേകതകളുള്ളത്? അതിന് മാംസളമായിട്ടുള്ള ഭാഗമുണ്ട്, അതിന് നല്ല മണമുണ്ടാകും, പിന്നെ അതിന്റെ വർണ്ണാഭമായിട്ടുള്ള നിറങ്ങളുണ്ട്, പിന്നെന്താണ്, നല്ല മധുരമാർന്ന പഴങ്ങളായിരിക്കും. ഭക്ഷ്യയോഗ്യമല്ലാത്ത ചില ഫലങ്ങൾക്ക് മറ്റു വസ്തുക്കളിൽ പറ്റിപ്പിടിച്ചിരിക്കാൻ സഹായിക്കുന്ന ഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു. ഓക്കെ, ആപ്പിള്, മാമ്പഴം അങ്ങനത്തെ ഫലങ്ങളൊക്കെ എന്താണ്, ഭക്ഷിക്കാൻ ജീവജാലങ്ങൾ അല്ലെങ്കിൽ പക്ഷികളൊക്കെ വരും. എന്നാൽ ഇത്തരത്തിലുള്ള കടലാടി, അസ്ത്രപുല്ല് പോലുള്ളവയ്ക്കൊന്നും ഭക്ഷിക്കാനൊന്നും ആരും വരില്ല. കാരണം ഇങ്ങനത്തെ പുല്ലും കാര്യങ്ങളും ഉണ്ടാവില്ല, ജീവജാലങ്ങൾക്ക്, പക്ഷിമൃഗാദികൾക്കൊന്നും ആവശ്യമുണ്ടാവില്ല. അത്തരത്തിൽ അവരുടെ വിത്ത് വിതരണം എങ്ങനെയാണ് നടക്കുക? നമുക്കറിയാം, നമ്മൾ ചിലപ്പോൾ ചെറിയ പുല്ലുള്ള പ്രദേശത്ത് കൂടെയൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ ഡ്രസ്സ് എന്താണ് ചെറിയ രീതിയിൽ ഒരു കുഞ്ഞു ഒരു പിന്നെ ഐ തിങ്ക് ഇറ്റ്സ് ലൈക്ക് ഇതുപോലെ ഒരു നമ്മൾ ഡ്രസ്സിലൊക്കെ പച്ച കളറിൽ നമ്മുടെ ഡ്രസ്സിലൊക്കെ എന്തായിട്ടുണ്ടാവും, പറ്റി പിടിച്ചിട്ടുണ്ടാവും. ഇതൊരു രീതിയിൽ വിത്ത് വിതരണമാണ് നടക്കുന്നത്. അവയ്ക്ക് എന്താണ്, പച്ചപ്പെടുക്കാനുള്ള കഴിവുണ്ടാവും. അങ്ങനെ എന്ത് ചെയ്യും, നമ്മുടെ അടുത്തുനിന്ന് അത് നമ്മൾ വേറെ സ്ഥലത്ത് കൊണ്ടുപോയി കളയും. സോ അതിന്റെ ഫലമായിട്ടും അവിടെ അവയ്ക്ക് ഉണ്ടാകാനുള്ള സാധ്യത, വിത്ത് വിതരണം നടക്കും. അസ്ത്രപുല്ല്, കടലാടിയിലെ കേസിലൊക്കെ എന്താണ്, വിത്ത് വിതരണം നടക്കുന്നത് അവയ്ക്ക് പറ്റി പിടിക്കാനുള്ള കഴിവ് ഉപയോഗിച്ചിട്ടാണ്. ഈ അനുകൂലനങ്ങൾ വിത്ത് വിതരണത്തിന് സഹായമാകുന്നത് എങ്ങനെ നമ്മൾ പറഞ്ഞു. ഓക്കെ, പാകമാകുമ്പോൾ പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം ചെയ്യുന്ന എന്തെല്ലാം സസ്യങ്ങളാണ്? റബ്ബർ, കാശിത്തുമ്പ, നമ്മൾ പറഞ്ഞു വെണ്ട, അതൊക്കെ എന്താണ്, പൊട്ടിത്തെറിച്ചിട്ട് വിത്ത് വിതരണം ചെയ്യുന്ന ആൾക്കാരാണ്. റബ്ബർ, കാശിത്തുമ്പ, പിന്നെ നമ്മൾ പറഞ്ഞ വെണ്ടൊക്കെ എന്താണ്, പാകമാകുന്ന സമയത്ത് പൊട്ടിത്തെറിച്ച്. നമുക്കറിയാം, റബ്ബറിന്റെ കായ റബ്ബർ തോട്ടത്തിലൂടെ പോകുന്ന സമയത്ത് ധാരാളം റബ്ബർ കായകൾ നിങ്ങൾക്ക് ശേഖരിക്കാൻ കഴിയും. നമ്മൾ കുഞ്ഞു കുട്ടികളായിരിക്കുന്ന സമയത്ത് റബ്ബർ തോട്ടത്തിലൂടെയൊക്കെ പോകുമ്പോൾ ആ കായകളൊക്കെ എന്ത് ചെയ്യും, ശേഖരിച്ചെടുത്ത് വെക്കാറുണ്ട് അല്ലെ? അതിങ്ങനെ ചൂടാക്കി 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 കഴിഞ്ഞിട്ടുണ്ടാവും. നമുക്കറിയാം, നല്ലോണം മരുതി കഴിഞ്ഞിട്ടുണ്ടാവും, ഇതിനൊരു ചെറിയ ചൂടിന്റെ ഫീല് കിട്ടും. അങ്ങനെയൊക്കെ നിങ്ങൾ കളിച്ചിട്ടുണ്ടായിരിക്കാം, എനിക്കറിയില്ല. ഞങ്ങളൊക്കെ പണ്ട് കളിച്ചിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമാണ്. കണ്ടിട്ടില്ല എന്നല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിലെ മുതിർന്നവരോട് ചോദിച്ചിട്ട് എന്ത് ചെയ്യാം, അത് കാണാൻ ഒരു അവസരം ഉണ്ടാക്കുക. ഇതാണ് സാധനം. ഓക്കെ ഓക്കെ അടുത്തത് ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് പോലെയുണ്ട്. നിങ്ങളുടെ ചുറ്റുപാടുകൾ നിരീക്ഷിച്ച് വിവിധ സസ്യങ്ങളിലെ വിത്ത് വിതരണത്തിന്റെ രീതി കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കിത് ഫില്ല് ചെയ്യാം. ഇത് കുറച്ച് എക്സാമ്പിൾ ഇവിടെ ഫില്ല് ചെയ്യാനുള്ളൂ. ഇതിന്റെ കൂടുതൽ എക്സാമ്പിളുകൾ കണ്ടെത്തിയിട്ട് നിങ്ങൾ ഇത് ഫില്ല് ചെയ്യണം. ഓക്കെ, കാറ്റിലൂടെ വിത്ത് വിതരണം ചെയ്യുന്ന ആൾക്കാർ അപ്പൂപ്പൻ താടി. പിന്നെ ആരാണ് കാറ്റിലൂടെ വിതരണം ചെയ്യുന്നത്? അതുപോലെ തന്നെ ഈ വെണ്ട എന്ന് പറഞ്ഞ പൊട്ടിത്തെറിക്കലാണ്. അത് കാശിത്തുമ്പ. ഈ കാശിത്തുമ്പ ഉണ്ടാവും. പിന്നെ റബ്ബർ നമ്മൾ നേരത്തെ പറഞ്ഞ അതൊക്കെ പൊട്ടിത്തെറിച്ചാണ്. പിന്നെ മഹാഗണി ഉണ്ടല്ലോ, മഹാഗണി. ഇതൊക്കെ ഞാൻ എഴുതുന്ന സമയത്ത് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് പോവാട്ടോ. ഓക്കെ, പിന്നെ മഹാഗണിക്ക് എന്താണ്, പൊട്ടിത്തെറിച്ചിട്ടാണ് വിതരണം ചെയ്യാം. പിന്നെ തെങ്ങ് വെള്ളത്തിലൂടെ, കമുകും നമുക്ക് പറയാം. ഓക്കെ, വെള്ളത്തിലൂടെ എന്ന് നമുക്ക് പറയാം. പിന്നെ ഇത് ജീവജാലങ്ങൾ വഴിയാണ്. പേര, മാമ്പഴം, ആപ്പിള് അതൊക്കെ ഇതിലൂടെ. ഓക്കെ, കാറ്റിലൂടെയുള്ള കുറച്ച് എക്സാമ്പിളുകളൂടെ എന്ത് നിങ്ങൾ കണ്ടെത്തണം. ഇതിന്റെ ഒരു ടാബിൽ നമ്മൾ എന്ത് ചെയ്യാം, ഞാൻ നോട്ടിൽ ഉൾപ്പെടുത്താം. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അതിന്റെ നോട്ട്
അയക്കാൻ ഞാൻ ഓൾറെഡി നോട്ട് അയച്ചിട്ടുണ്ട്. ഇനി ആവശ്യമുണ്ടെങ്കിൽ ഇതിന്റെ എക്സാമ്പിളുകൾ വെച്ചിട്ട് ഞാൻ ഒന്നുകൂടി സെൻഡ് ചെയ്യാം. ഓക്കെ, ഒരു ദിവസം നമുക്ക് റിവിഷൻ ക്ലാസ് ഒക്കെ എക്സാമ്പിൾസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ചെയ്യും കേട്ടോ. വിത്തുകൾ ഭക്ഷണത്തിനല്ലാതെ മറ്റെന്തിനെല്ലാം ഉപയോഗിക്കാം? അതെ, വിത്തുകൾ നമ്മൾ ഭക്ഷണത്തിനല്ലാതെ വേറെ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? വിത്തുകൾ ഉപയോഗിച്ചുള്ള എന്തെല്ലാം കരകൗശലങ്ങൾ നിങ്ങൾക്കറിയാം? ഇവിടെ കരകൗശലങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. ഓക്കെ, അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണിത്. നമുക്കറിയാം, ഇലകളിലെ വ്യത്യസ്ത രീതിയിലുള്ള ഇലകൾ നമുക്ക് ചുറ്റുപാട് നമുക്ക് എന്ത് ചെയ്യാം, കാണാൻ സാധിക്കും. അതിൽ പ്രധാനപ്പെട്ട 2 ഇലകളിലെ വിന്യാസത്തെ കുറിച്ചാണ് നാം ഇവിടെ പറയുന്നത്. ജാലിക വിന്യാസവും സമാന്തര വിന്യാസവും. ജാലിക വിന്യാസം അതായത് ഇതാണ് ജാലിക വിന്യാസം എന്ന് ഉദ്ദേശിക്കുന്നത്. ജാലിക ചെറിയ നെറ്റുകൾ പോലെയാണ് ഇതിലുണ്ടാവും അല്ലെ, അതാണ് ജാലിക വിന്യാസം. ഇതെന്താണ് സമാന്തര വിന്യാസം. സമാന്തര വരകൾ നിങ്ങൾക്ക് അറിയൂലേ, സമാന്തര വരകൾ പരസ്പരം കൂട്ടിമുട്ടില്ല, അതിങ്ങനെ ആ കാര്യങ്ങളൊക്കെ മാത്സിൽ പഠിക്കാനുണ്ട്. അത് നിങ്ങൾ അവിടെ പഠിക്കുമ്പോൾ നോക്കാം. സമാന്തര വിന്യാസം ആൻഡ് ജാലിക വിന്യാസം, അങ്ങനെ 2 വിന്യാസങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ജാലിക വിന്യാസം, സമാന്തര വിന്യാസം. പച്ചപ്പുള്ള ഭാഗങ്ങൾ നഷ്ടപ്പെട്ട ഈ ഇലകളിൽ അവശേഷിക്കുന്നത് എന്താണ്? ഓക്കെ, ഈ ഇലകൾക്ക് നിറമില്ല അല്ലെ, എന്തുകൊണ്ടാണ്? ഉണങ്ങിയ ഇലകളാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഈ ഒരു ഇലകളിലെ വിന്യാസം കാണാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ചുറ്റും പറമ്പിലൊക്കെ ഉണ്ടാകുന്ന തേക്ക് ഉണ്ടാവില്ല, തേക്കിന്റെ ഇല, അതുപോലെ തന്നെ പുല്ല്, അങ്ങനെ ഏതെങ്കിലുമൊക്കെ 2 ഇലകൾ, 2 വ്യത്യസ്ത രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള 2 ഇലകൾ എടുക്കാം, നമ്മുടെ ബുക്കിന്റെ ഉള്ളിൽ വെക്കാം. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾ, ഒരു 5-6 ദിവസത്തിന് ശേഷം എടുത്ത് നോക്കുമ്പോൾ ആ ഇലകളൊക്കെ എന്തായാലും ഉണങ്ങി പോയിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും ഇതിലുള്ള ഈ വിന്യാസം നമുക്ക് എന്ത് ചെയ്യാം, വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾ അതൊന്ന് ചെയ്തു നോക്കാം. ഇലയിലേക്ക് ജലം എത്തുന്നതും ഇലയിൽ നിന്ന് ആഹാരം കൊണ്ടുപോകുന്നതും ഈ ഭാഗങ്ങൾ വഴിയാണ്. അതെ, നമ്മൾ പറഞ്ഞു ഇലയിൽ വെച്ച് ആഹാര നിർമ്മാണം സാധ്യമാക്കുന്നു പറഞ്ഞു. ഈ ആഹാരം നിർമ്മിക്കാൻ എന്താവശ്യമാണ്? ജലം ആവശ്യമാണ്. ഇതിനാവശ്യമായിട്ടുള്ള ജലം എത്തുന്നത് എന്താണ്? സിരകളിലൂടെയാണ്. സിരകൾ എന്നാണ് പറയുക. ഇലയിൽ നിന്ന് ആഹാരം കൊണ്ടുപോകുന്നതും ഈ ഭാഗങ്ങൾ വഴിയാണ്. ഇവയാണ് ഇലകളിലെ സിരകൾ. 2 ഇലകളിലും സിരകൾ ഒക്കെ നമ്മൾ ഈ വിരിക്കുന്ന ആൾക്കാരെ നമ്മൾ എന്താ വിളിക്കുന്നത്? സിരകൾ എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താണ് വിളിക്കുന്നത്? സിരകൾ എന്നാണ് ഈ വിന്യസിച്ചിരിക്കുന്ന ആളുകളെ പറയുന്നത്, സിരകൾ. ഓക്കെ, 2 ഇലകളിലും സിരകൾ വിന്യസിച്ചിരിക്കുന്നത് വ്യത്യസ്ത രീതിയിലാണ്. ആദ്യത്തെ ചിത്രത്തിൽ ഇലയുടെ മധ്യഭാഗത്ത് ഇലഞ്ഞെട്ടിൽ അഗ്രഭാഗം വരെ നീണ്ടുപോകുന്ന പ്രധാന സിര നോക്കൂ. അതായത് നമുക്കറിയാം, ഫസ്റ്റത്തെ ചിത്രത്തിൽ എങ്ങനെയാണ് പറയുന്നത്, ഇങ്ങനെ സെന്ററിലൂടെ ഒരു സിര ഉണ്ട്, പിന്നെ അതുകൂടാതെ ഇങ്ങനെ കണക്ട് ചെയ്ത് കുറെ സിരകളും കാണപ്പെടുന്നുണ്ട്. അതിൽ നിന്നും പുറപ്പെടുന്ന അനേകം ചെറിയ ശാഖകൾ പരസ്പരം ബന്ധപ്പെട്ട് വലകണ്ണികൾ പോലെ കിടക്കുന്നു. അതായത് ഒരു സെൻട്രൽ ആയിട്ടൊരു സിര ഉണ്ടാവും, അതിൽ നിന്നും കണക്ട് ചെയ്താണ്ട് വലകണ്ണികൾ പോലെ ശാഖകളായിട്ട് കിടക്കുന്ന, പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന എന്താണ്, അനേകം സിരകളുണ്ട്. ഇത്തരത്തിലുള്ള വിന്യാസത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ജാലിക വിന്യാസം അഥവാ റെക്ടിക്കുലേറ്റ് വിന്യാസം. അതായത് റെക്ടിക്കുലേറ്റ് വിന്യാസം, അതുപോലെ അനേകം ചെറിയ ശാഖകൾ പരസ്പരം ബന്ധപ്പെട്ട് വലകണ്ണികൾ പോലെ കിടക്കുന്നുണ്ട്. ഇതിനെ ജാലിക സിര വിന്യാസം അഥവാ റെക്ടിക്കുലേറ്റ് വിന്യാസം എന്ന് പറയുന്നു. ഓക്കെ, രണ്ടാമത്തെ ചിത്രത്തിലുള്ള എത്തരത്തിലാണ് രണ്ടാമത്തെ ചിത്രത്തിൽ കാണപ്പെടുന്നത് നോക്കാം. രണ്ടാമത്തെ ചിത്രത്തിൽ സിരകൾ എല്ലാം പരസ്പരം കൂട്ടിമുട്ടാതെ ഇലയുടെ ഞെട്ടിൽ നിന്നും തുടങ്ങി സമാന്തരമായിട്ട് അഗ്രഭാഗത്തേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഇലയുടെ വിന്യാസത്തിന് നമ്മൾ എന്ത് വിളിക്കും? സമാന്തര വിന്യാസം അഥവാ പാരലൽ വീനേഷൻ എന്ന് വിളിക്കും. അപ്പൊ 2 വീനേഷൻ ആണുള്ളത്. എന്താണ് സിരകൾ എന്ന് പറഞ്ഞാൽ സസ്യങ്ങളിൽ ഇലയുടെ ഭാഗങ്ങളിലേക്ക് ആഹാരം എത്തിക്കുന്നത് ഇലകളിലെ സിരകൾ വഴിയാണ്. ഈ സിരകൾ പരസ്പരം 2 രീതിയിലാണ് വിന്യസിച്ചിരിക്കുന്നത്. അതായത് ആദ്യത്തെ ചിത്രത്തില് ഇലയുടെ മധ്യഭാഗത്തെ ഞെട്ടിൽ നിന്നും അഗ്രഭാഗം നീണ്ടുപോകുന്ന പ്രധാന സിരയും അതിനെ കണക്ട് ചെയ്ത് പുറപ്പെടുന്ന അനേകം ചെറിയ ശാഖകൾ പരസ്പരം ബന്ധപ്പെട്ട് വലകണ്ണികൾ പോലെ കിടക്കുന്നു. അതിനെ നമ്മൾ എന്ത് വിളിക്കും? ജാലിക സിരവിന്യാസം എന്ന് വിളിക്കും. രണ്ടാമത്തെ ചിത്രത്തിൽ സിരകൾ പരസ്പരം കൂട്ടിമുട്ടാതെ ഇലയുടെ ഞെട്ടിൽ നിന്ന് തുടങ്ങി സമാന്തരമായിട്ട് അഗ്രഭാഗത്ത് യോജിക്കുന്നു. ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? സമാന്തര വിന്യാസം എന്ന് വിളിക്കും. അപ്പൊ 2 രീതിയിലുള്ള വിന്യാസമാണുള്ളത്, ജാലിക സ്ഥിരവിന്യാസം ആൻഡ് സമാന്തര സ്ഥിരവിന്യാസം. ഓക്കെ, ഇത്തരത്തിലുള്ള ഇലകളൊക്കെ എന്ത് ചെയ്യാൻ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്തതിന്റെ എക്സാമ്പിളുകളൊക്കെ. ഇലകളിലുള്ള സ്ഥിരവിന്യാസം അവയുടെ വേരിന്റെ ഘടനയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ജാലിക സ്ഥിരവിന്യാസമുള്ള ചെടിയുടെയും സമാന്തര വിന്യാസമുള്ള ചെടിയുടെയും വേരെന്ത് ചെയ്യുക? പരിശോധിക്കാം. അത് നിങ്ങൾ എന്ത് ചെയ്യും? അടുത്ത ക്ലാസ്സിൽ അതൊന്ന് നോട്ട് ഡൗൺ ചെയ്യാം. നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് ഒരു പ്ലാവിന്റെ ചെറിയ രീതിയിൽ ഏതെങ്കിലും 2 ഇലകൾ എന്ത് ചെയ്യും? നോട്ട് ഡൗൺ ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ പരിസരത്തുള്ളത് നോക്കിയിട്ട്. ഓക്കെ,
ഇവിടെ ജാലിക സ്ഥിരവിന്യാസം ഉള്ളതാണ് പ്ലാവ്. അതിന്റെ വേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പരസ്പരം അടുപ്പിച്ചല്ലോ, വിട്ട് വിട്ട് വിട്ട്. എന്നാൽ പുൽച്ചെടിയുടെ കേസിൽ സമാന്തര വിന്യാസമാണ്. വേരുകൾ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വേരുകൾ കൂടി കൂടി ചേർന്നിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അത് തന്നെയാണ് അതിന്റെ പ്രത്യേകത. കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വളരുന്ന ഒരു തായ്വേരും അതിൽ നിന്ന് വളരുന്ന ശാഖാവേരുകളും ചേർന്ന് കാണപ്പെടുന്ന വേരുപടലമാണ് തായ് വേരുപടലം. അതായത് രണ്ട് രീതിയിലുള്ള വേരുപടലങ്ങളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തായ്വേരുപടലം, നാരുവേരുപടലം. തായ്വേരുപടലം കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വളരുന്ന ഒരു തായ്വേരും അതിൽ വളരുന്ന ശാഖാവേരുകളും. അതായത് ഒരു തായ്വേര്, അതിൽ വളരുന്ന ശാഖാവേര്. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത് ചെയ്യുക? തായ്വേരുപടലം. നമ്മൾ പറഞ്ഞല്ലോ പ്ലാവ് ചെടിയിൽ കണ്ടത് എന്താണ്? തായ്വേരുപടലം അഥവാ ടാപ്പ് റൂട്ട് സിസ്റ്റം. മാവ്, പ്ലാവ് തുടങ്ങിയവയിൽ തായ്വേരുപടലം കാണാം. കാണ്ഡത്തിന്റെ ചുവട്ടിൽ വളരുന്ന നാരുകൾ പോലെയുള്ള ധാരാളം വേരുകൾ ചേർന്നുള്ള വേരുപടലം. ധാരാളം വേരുകൾ, ഒരേ വലുപ്പത്തിലുള്ള ധാരാളം വേരുകൾ ചേർന്നുള്ള വേരുപടലത്തിനെ വിളിക്കുന്ന പേരാണ് നാരുവേരുപടലം അഥവാ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. പുൽവർഗത്തിൽപ്പെട്ട സസ്യങ്ങളിലാണ് സാധാരണഗതിയിൽ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം കാണപ്പെടുന്നത്. ഓക്കെ. കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വളരുന്ന ഒരു തായ്വേരും അതിൽ നിന്ന് വളരുന്ന ശാഖാവേരുകളും ചേർന്ന് കാണപ്പെടുന്ന വേരുപടലമാണ് തായ്വേരുപടലം. മാവ്, പ്ലാവ് തുടങ്ങിയവയും തായ്വേരുപടലം കാണാം. കാണ്ഡത്തിന്റെ ചുവട്ടിൽ വളരുന്ന നാരുകൾ പോലെയുള്ള ധാരാളം വേരുകൾ ചേർന്ന് വേരുപടലമാണ് നാരുവേരുപടലം അഥവാ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. പുൽവർഗത്തിൽപ്പെട്ട സസ്യങ്ങൾ നാരുവേരുപടലമാണ് ഉള്ളത്. ഓക്കെ. അടുത്തതായിട്ട് ഇതിന്റെ എക്സാമ്പിളുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കിയിട്ട് എഴുതണം. ഓക്കെ. സാധാരണയായിട്ട് ബീജമൂലം വളർന്നാണ് വേരുകളായിട്ട് മാറുന്നത് നമ്മൾ പറഞ്ഞു. എന്നിട്ട് തണ്ടിൽ നിന്നും ശിഖരങ്ങളിൽ നിന്നും ചില വേരുകൾ ഉണ്ടാകുന്നുണ്ട്. സാധാരണഗതിയിൽ ബീജമൂലത്തിൽ നിന്നാണ് വേരുകൾ ഉണ്ടാകുന്നത്. എന്നാൽ അതുകൂടാതെ തണ്ടിൽ നിന്നൊക്കെയുള്ള വേരുകൾ നമുക്കറിയാം. നിങ്ങൾ ഷുഗർ കെയിൻ അഥവാ കരിമ്പ് ചെടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ തണ്ടിൽ നിന്നൊക്കെ എന്താണ് വേരുകൾ വളർന്നിട്ടുണ്ടാകും അല്ലെ. ഇത്തരത്തിൽ തണ്ടിൽ നിന്നും ശിഖരങ്ങളിൽ നിന്നും ചില വേരുകൾ ഉണ്ടാകുന്നു. അത്തരത്തിലുള്ള വേരുകളെ നമ്മൾ എന്ത് വിളിക്കും? താങ്ങുവേര് അഥവാ പൊയ്ക്കാൽ വേര്, പച്ചുവേര് എന്നൊക്കെ നമ്മൾ വിളിക്കാം. അതിനെ എന്തെല്ലാം വിളിക്കാം? താങ്ങുവേര്, പൊയ്ക്കാൽ വേര്, പച്ചുവേര്. താങ്ങുവേര്, പച്ചുവേര്, പൊയ്ക്കാൽ വേര് അഥവാ ടോപ്പ് റൂട്ട്, പൊയ്ക്കാൽ വേര് അഥവാ സ്റ്റിൽറ്റ് റൂട്ട്, പച്ചുവേര് അഥവാ ക്ലിങ്ങിങ് റൂട്ട് എന്നൊക്കെയാണ് ഇവ അറിയപ്പെടുന്നത്. കണ്ടൽ ചെടിയിൽ കാണുന്ന പ്രത്യേകതരം വേരുകളെ നമ്മൾ ശ്വസന വേരുകൾ എന്ന് വിളിക്കുന്നു. ഈ വേരിന്റെ അഗ്രഭാഗം മണ്ണിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു നിൽക്കും. വാതക വിനിമയത്തിന് സഹായിക്കുന്നത്. സാധാരണഗതിയിൽ വേരുകൾ താഴത്തേക്ക് ഉണ്ടാവുക, എന്നാൽ വേരുകൾ മുകളിലേക്കായിട്ട് ശ്വസനത്തിന് സഹായിക്കുന്ന ആൾക്കാരാണെന്ത്? ശ്വസന വേരുകൾ അഥവാ ന്യൂമറ്റോഫോറസ്. ഇത് ഉണ്ടാകുന്നത് കണ്ടൽ ചെടികളിലാണ്. ശ്വസനത്തിന് സഹായിക്കുന്ന വേരുകളാണ്. സാധാരണ ജലവും ലവണവും വലിച്ചെടുക്കാനാണ് വേരുകൾ സഹായിക്കാം. അതുകൂടാതെ ശ്വസനത്തിന് സഹായിക്കുന്ന വേരുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ശ്വസന വേരുകൾ അഥവാ കണ്ടൽ കാടുകളിലാണ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. സാധാരണയായിട്ട് ബീജമൂലം വളർന്നാണ് വേരുകളായി മാറുന്നതെങ്കിൽ തണ്ടിൽ നിന്നും ശിഖരങ്ങളിൽ നിന്നും ചില വേരുകൾ ഉണ്ടാകുന്നുണ്ട്. താങ്ങുവേര് അഥവാ പ്രോപ്പ് റൂട്ട്, പൊയ്ക്കാൽ വേര് സ്റ്റിൽറ്റ് റൂട്ട്, പറ്റുവേര് ക്ലിങ്ങിങ് റൂട്ട് എന്നൊക്കെയാണ് ഇവ. കണ്ടൽ ചെടിയിൽ കാണുന്ന പ്രത്യേകതരം വേരുകളെ ശ്വസന വേരുകൾ അഥവാ ന്യൂമറ്റോഫോറസ്. ഈ വേരിന്റെ അഗ്രഭാഗം മണ്ണിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു നിൽക്കും. വാതക വിനിമയത്തിന് സഹായിക്കുന്നത് കൊണ്ട് ഇത് ശ്വസന വേര് എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, ഇതിന് എക്സാമ്പിൾ ആണ്. താങ്ങുവേരിന് എക്സാമ്പിൾ ആണ്. അതുപോലെ പൊയ്ക്കാൽ വേര്, പച്ചുവേര്, ദെൻ ശ്വസന വേര്. ഓക്കെ, അതിനുള്ള എക്സാമ്പിളുകളാണ് ഇവിടെ. ഇങ്ങനത്തെ വേരുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും? കണ്ടിട്ടുണ്ടാവും. പച്ചുവേരുകൾക്ക് എക്സാമ്പിൾ ആണ് നമുക്കറിയാം. ഈ വാനില, വെറ്റില, കുരുമുളകൊക്കെ എന്താണ്? പച്ചുവേരാണ്. താങ്ങു പൊയ്ക്കാൽ വേര്. നെക്സ്റ്റ്, ഏകബീജ സസ്യങ്ങളും ദ്വിബീജപത്ര സസ്യങ്ങളും അഥവാ മോണോക്കോട്ട് പ്ലാന്റ്സും ഡൈക്കോട്ട്. ഏകബീജപത്ര സസ്യങ്ങൾ, ദ്വിബീജപത്ര സസ്യങ്ങൾ. ഏകബീജം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ വിത്ത് മാത്രം ഉണ്ടാകൂ. അതൊക്കെ ഇൻ കേസ് ഓഫ് തെങ്ങിന്റെ കേസിൽ തെങ്ങിന് ഒരൊറ്റ കായ, അത് മാത്രം. അങ്ങനെ ഒരു കായ ഒരു തെങ്ങൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒരു കൂട്ടം. ഇതാണ് ഏകബീജം എന്ന് പറഞ്ഞാൽ. അതിന് എക്സാമ്പിൾ നമ്മൾ തെങ്ങ് പഠിപ്പിച്ചാൽ മതി. ദ്വിബീജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്താണ്? ഒന്നിൽ കൂടുതൽ വിത്തുകൾ ഉണ്ടാവും. ഒരു ചെടിയിൽ തന്നെ ഒന്നിൽ കൂടുതൽ വിത്തുകൾ. അതായത് ഒരു ചക്ക എടുത്തു കഴിഞ്ഞാൽ ചക്കയിൽ കുറെ ചക്കച്ചുളകൾ ഉണ്ടാവും. ചക്കച്ചുളയിൽ ധാരാളം ചക്കക്കുരു ഉണ്ടാവും. ഓരോ ചക്കക്കുരും എന്താണ്? വിത്താണ്. ഒന്നിൽ കൂടുതൽ വിത്തുകൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ദ്വിബീജ സസ്യം എന്നും, ഒരു വിത്താണ്, ഒരു ഫലത്തിൽ നിന്നും ഒരു വിത്താണ് നമുക്ക് ലഭ്യമാക്കുന്നതിന് ഏകബീജപത്ര സസ്യം. ഏകബീജപത്ര സസ്യം, ദ്വിബീജപത്ര സസ്യം. ഏകബീജപത്ര സസ്യത്തിന് എക്സാമ്പിൾ ആണ് തെങ്ങ്. ദ്വിബീജപത്ര സസ്യത്തിന് എക്സാമ്പിൾ ആണ് എന്ത്? ചക്ക അഥവാ ജാക്ക് ഫ്രൂട്ട്.
എത്ര ബീജപത്ര സസ്യങ്ങളുണ്ട് എന്ന് നോട്ട് ചെയ്യാന്ന് പറയുന്നത്. ഒരു ബീജപത്രം മാത്രമുള്ള അത്തരം സസ്യങ്ങളെ ഏകബീജപത്ര സസ്യങ്ങൾ അഥവാ മോണോകോട്ട് പ്ലാന്റ്സ് എന്നും, അങ്ങനെയാണെങ്കിൽ രണ്ട് ബീജസസ്യങ്ങൾ ഉള്ളതിനെ ദ്വിബീജപത്ര സസ്യങ്ങൾ എന്നും പറയുന്നു. നാരുവേരുപടലം, ശിഖരങ്ങളില്ലാത്ത തണ്ട്, സമാന്തര സ്ഥിരവിന്യാസമുള്ള ഇലകൾ എന്നിവ ഏകബീജപത്ര സസ്യത്തിന്റെ സവിശേഷതകൾ ആണ്. തായ്വേരുപടലം, ശിഖരങ്ങളോട് കൂടിയ തണ്ട്, ജാലികാ സ്ഥിരവിന്യാസമുള്ള ഇലകൾ എന്നിവ ദ്വിബീജപത്ര സസ്യങ്ങളുടെ പ്രത്യേകതകളാണ്. ദ്വിബീജപത്ര സസ്യങ്ങൾ അഥവാ ഡൈക്കോട്ട് പ്ലാന്റ്സിന്റെ പ്രത്യേകതകളാണ് എന്ത്? നാരുവേരുപടലം, ശിഖരങ്ങളിൽ ഇല്ലാത്ത തണ്ട്, സമാന്തര സ്ഥിരവിന്യാസമുള്ള ഇലകൾ എന്നിവ ഏകബീജപത്ര സസ്യത്തിന്റെ സവിശേഷത. ഏകബീജപത്ര സസ്യത്തിന് സമാന്തര സ്ഥിരാവിന്യാസമായിരിക്കും, ശിഖരങ്ങൾ ഉണ്ടാവില്ല, തണ്ടായിരിക്കും, നാരുവേര് പടലമായിരിക്കും ഉണ്ടാവുക. എന്നാൽ ജാലികാ സ്ഥിരവിന്യാസമുള്ളതും ശിഖരങ്ങളോട് കൂടിയതും തായ്വേര് പടലം ഉള്ളത് ആൾക്കാരായിരിക്കും എന്ത്? ഡൈക്കോട്ട് പ്ലാന്റ്സ് അഥവാ ദ്വിബീജപത്ര സസ്യങ്ങൾ. ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന്റെ എക്സാമ്പിളുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നോട്ട് ഡൗൺ ചെയ്യാം. അപ്പൊ കൂടുതൽ എക്സാമ്പിളുകൾ നോട്ട് ഡൗൺ ചെയ്തിട്ട് മോണോകോട്ട് പ്ലാന്റ്സ് അഥവാ ഏകബീജപത്ര സസ്യങ്ങൾ, ഡൈക്കോട്ട് പ്ലാന്റ്സ് അഥവാ ദ്വിബീജപത്ര സസ്യങ്ങളുടെ എക്സാമ്പിളുകൾ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യാം? ഈ ടോപ്പിക് മനസ്സിലാക്കുക. ഓക്കെ, അടുത്തതായിട്ട് കുറ്റിയേറ്റ് പോവാതെ പല പ്രദേശങ്ങളിലും മുമ്പ് ഉണ്ടായിരുന്നതും ഇപ്പോൾ എണ്ണത്തിൽ കുറവ് വന്നിട്ടുള്ളതുമായ സസ്യങ്ങൾ. തുമ്പ പണ്ടൊക്കെ നല്ലോണം കാണപ്പെടുന്നു. അതുപോലെ തന്നെ മുക്കുറ്റി, ഇപ്പൊക്കെ എന്താണ് മുക്കുറ്റിയൊക്കെ അറ്റു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ മുള്ളിലും. നിങ്ങളുടെ നാട്ടിൽ എണ്ണത്തിൽ കുറവ് സംഭവിച്ചിട്ടുള്ള സസ്യങ്ങൾ ഏതൊക്കെയാണ്? നിങ്ങൾക്ക് മുമ്പ് കണ്ടിരുന്നതും ഇപ്പോൾ കാണാത്തതുമായിട്ടുള്ള ധാരാളം സസ്യങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ ചുറ്റുപാടുകളിൽ. നിങ്ങൾ മുതിർന്നവരോട് ചോദിക്കുക, അവർക്കറിയാം അവിടെ മുമ്പ് കണ്ടിരുന്നത് ഏതൊക്കെയാണ്. അപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ അത് നോട്ട് ഡൗൺ ചെയ്യാം. എന്തുകൊണ്ടാണ് അവ അവിടുന്ന് അവർക്ക് വംശനാശം അല്ലെങ്കിൽ അത് അവിടുന്ന് നശിച്ചു പോകാനുണ്ടായ കാരണങ്ങൾ എന്ത് ചെയ്യാം? മനസ്സിലാക്കുക. ഓക്കെ, ജീവികൾ എണ്ണത്തിൽ കുറഞ്ഞ് അവ ഭൂമിയിൽ നിന്ന് ഇല്ലാതാകുന്നതാണ് വംശനാശം. ജീവികളുടെ സ്വാഭാവിക ആവാസം നശിക്കുന്നതാണ് ഇതിനൊരു കാരണം. സ്വാഭാവിക ആവാസങ്ങൾ സംരക്ഷിക്കേണ്ടത് ജീവികളുടെ നിലനിൽപ്പിന് ആവശ്യമാണ്. ഓക്കെ, ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ പറഞ്ഞ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? എന്താണ് വിത്ത് എന്ന് പറഞ്ഞു, എന്താണ് വിത്തിന് എങ്ങനെയാണ് ആഹാരം ലഭിക്കുന്നത്, വിത്ത് എങ്ങനെയാണ് മുളക്കുന്നത്, വിത്തിന്റെ പ്രധാന ഘടകങ്ങളായിട്ടുള്ള ബീജമൂലം, ബീജപത്രം, ബീജാന്നം, ബീജശീർഷത്തിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. എങ്ങനെയാണ് വേര് വളരുന്നത്, ഇലയും തണ്ടും ഉണ്ടാകുന്നത് പറഞ്ഞു. പിന്നീട് നമ്മൾ പറഞ്ഞു വിത്തിന്റെ വളർച്ചയ്ക്ക് ജലവും ജലം എന്താണ് അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ്. സൂര്യപ്രകാശവും മണ്ണും എന്തല്ല അത് അത്യാവശ്യമായിട്ടുള്ള ഘടകമല്ല എന്ന് പറഞ്ഞു. മണ്ണില്ലാതെ പോഷക ലായനിയിൽ വളർത്തുന്ന ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞ നൂതന സാങ്കേതിക വിദ്യയെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്തു. ദെൻ ആഫ്റ്റർ എങ്ങനെയാണ് വിത്ത് വിതരണം ചെയ്യപ്പെടുന്നത് പറഞ്ഞു. ജലത്തിലൂടെ, കാറ്റിലൂടെ, പക്ഷിമൃഗാദികളിലൂടെയൊക്കെ എന്താണ് വിത്തിന്റെ വിതരണം നടക്കുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ധാരാളം പക്ഷികളും മൃഗങ്ങളും എന്താണ് വിത്ത് വിതരണത്തിന് സഹായിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അവയുടെ എല്ലാം പ്രത്യേകതകളെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഇലകളിലെ ഇലകളുടെ വിന്യാസത്തെ കുറിച്ച് പറഞ്ഞു. സമാന്തര വിന്യാസം നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ജാലിക വിന്യാസം പറഞ്ഞു. ഏകബീജപത്ര സസ്യങ്ങളും ദ്വിബീജപത്ര സസ്യങ്ങളും പറഞ്ഞു. ഏകബീജപത്ര സസ്യങ്ങളാണെങ്കിൽ അവയ്ക്ക് എന്തായിരിക്കും? നാരുവേരുകളും അതുപോലെ തന്നെ സമാന്തര വിന്യാസമായിരിക്കും. പിന്നെ ദ്വിബീജപത്ര സസ്യങ്ങൾക്കാണെങ്കിൽ ജാലിക സ്ഥിരവിന്യാസമാണ്. ആ കാര്യങ്ങൾ പൊയ്ക്കാൽ വേരുകൾ, പിന്നെ കണ്ടൽ കണ്ടൽ മരങ്ങൾ ഉണ്ടാകുന്ന വേരുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വസന വേരുകളാണ്. അവ വേരുകൾ എന്താണ് ശ്വസനത്തിന് സഹായിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അത് മുകളിലേക്കാണ് വളരുന്നത് എന്നതിനെ കുറിച്ചും പറഞ്ഞു. ഇതോടുകൂടി ചാപ്റ്ററുടെ അവസാനിച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ഇതിലെ പ്രവർത്തനങ്ങളിലൂടെ പോകാം. നമുക്ക് നോക്കാം. വിത്തുകൾ മുളച്ച് വളരാൻ തുടങ്ങിക്കഴിയുമ്പോൾ ബീജപത്രത്തിന്റെ വലിപ്പത്തിന് വരുന്ന മാറ്റം എന്താണ്? ഇതിനുള്ള കാരണം എന്ത്? ഓക്കെ, ബീജപത്രത്തിന് എന്ത് മാറ്റമാണ് വരുന്നത്? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കുക. അതിന്റെ ആൻസർ കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം? എന്നോട് പറയാം. ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു സെക്ഷൻ എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ആയിട്ട് വെക്കാം. നിങ്ങളുടെ ചുറ്റുപാടും കാണുന്ന വിവിധ സസ്യങ്ങൾ തൈകൾ ഉണ്ടാകുന്ന രീതി അനുസരിച്ച് വിത്തിൽ നിന്ന്, തണ്ടിൽ നിന്ന്, വേരിൽ നിന്ന്, ഇലയിൽ നിന്ന് എന്നിവ എന്ത് ചെയ്യാം? തരംതിരിച്ച് എഴുതാം. നമ്മൾ പറഞ്ഞു പയറൊക്കെ എന്താണ് വിത്തിൽ നിന്നുണ്ടാകും, മുരിങ്ങയിലാണെങ്കിൽ തണ്ടിൽ നിന്നുണ്ടാകും, വേരിൽ നിന്നുണ്ടാക്കുന്നത് ഇത് സെപ്പറേറ്റ് ചെയ്ത് നോട്ട് ഡൗൺ ചെയ്യാം. ഇലയിൽ നിന്നുണ്ടാകാം. പിന്നെ പട്ടിക പൂർത്തിയാക്കുക. വിത്ത് വിതരണത്തിന്റെ രീതി, വിത്തിനുള്ള അനുകൂലനങ്ങൾ, മാംസളമായ ഭാഗങ്ങൾ, മറ്റു വസ്തുക്കളെ പറ്റിപ്പിടിച്ചിരിക്കാൻ സഹായിക്കുന്ന ഭാഗങ്ങൾ. മാംസളമായിട്ടുള്ള ഭാഗം ഉള്ളത് വിത്ത് വിതരണം എന്തായിരിക്കും? പക്ഷിമൃഗാദികളുടെ ആയിരിക്കും. വിത്തിന് ഭാരം കുറവ്, പറക്കാൻ രോമം പോലുള്ള ഭാഗങ്ങൾ, അഥവാ തൂവൽ പോലുള്ള ഭാഗങ്ങൾ,
കാറ്റ് വഴിയും ജലം വഴിയാണെങ്കിൽ തന്നെ പൊങ്ങി കിടക്കാൻ സാധിക്കും. ജലത്തിൽ കുറേ ദിവസം കിടന്നാലും എന്തില്ല ചീഞ്ഞു പോകില്ല. പഴങ്ങൾ പാകമാക്കുമ്പോൾ പുറന്തോട് പൊട്ടി പുറത്തേക്ക് തെറിക്കുന്നു. അത് പൊട്ടിത്തെറിക്കുന്ന രീതിയിലാണ് വിത്ത് വിതരണം ഉണ്ടാക്കുക. വിവിധ തരം പച്ചക്കറികളുടെ വിത്തുകൾ ശേഖരിച്ച് മുളപ്പിക്കൂ. വിത്തുകൾ മുളക്കാൻ എടുക്കുന്ന സമയ വ്യത്യാസം കൊണ്ടിരിക്കുന്ന സസ്യങ്ങൾ സംരക്ഷിക്കുമെന്ന് ഏറ്റെടുക്കാവുന്ന കാര്യങ്ങളുണ്ട്. നമുക്കറിയാം നിങ്ങളുടെ നാടുകളിലും മുമ്പ് കണ്ടിരുന്ന പല സസ്യങ്ങളും ഉണ്ടെല്ലാം ഇപ്പൊ കാണുന്നുണ്ടാവില്ല. അതിന് എന്തുകൊണ്ടാണ് അവ കാണാത്തത്, അതിനുള്ള കാരണങ്ങളൊക്കെ എന്ത് ചെയ്യുക നിങ്ങൾ മനസ്സിലാക്കുക. ഇതോടുകൂടി ഈ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം കൂടി ചാപ്റ്ററിൽ ഒന്നും കൂടി ഫോളോ അപ്പ് ചെയ്തതിനു ശേഷം നമുക്ക് ക്ലാസ്സിന്റെ വൈൻഡപ്പ് ചെയ്യാം. വിത്തിന്റെ പ്രത്യേകതകൾ, ചെടിയുടെ നിറമുണ്ട്, വലിപ്പമുണ്ട്, ആകൃതിയുണ്ട് പറഞ്ഞു. പിന്നെ വെള്ളം ആവശ്യമായിട്ടുള്ള ഘടകമാണ്. മണ്ണ് അത്യാവശ്യമല്ല, സൂര്യപ്രകാശം അത്യാവശ്യമല്ല നമ്മൾ പറഞ്ഞു. അതായത് വിത്ത് മുളക്കാൻ മണ്ണ്, സൂര്യപ്രകാശം ഘടകങ്ങൾ എന്തില്ല ആവശ്യമില്ല, ജലമാണ് ആവശ്യമുള്ളത്. ബീജമൂലത്തിൽ നിന്ന് വേരും ബീജശേഷത്തിൽ നിന്ന് ഇലയും തണ്ടുണ്ടാകുമെന്ന് പറഞ്ഞു. ഹൈഡ്രോപോണിക്സ് എന്ന സാങ്കേതിക രീതി. വിത്ത് മുളക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. പിന്നീട് വിത്തുകളുടെ വിതരണത്തിന്റെ പ്രത്യേകതകൾ, അപ്പൂപ്പൻതാടിന്റെ കേസ്, പിന്നെ ഇത്തരത്തിലുള്ള അസ്ത്രപുലിന്റെ കേസൊക്കെ പറഞ്ഞു. പിന്നെ ഈ പട്ടിക ആവശ്യമുണ്ടെങ്കിൽ അവനോട് പറയാം. ജാലക വിന്യാസം, സമാന്തര വിന്യാസത്തിനെ കുറിച്ച് പറഞ്ഞു ഡിസ്കസ് ചെയ്തു. അതിന്റെ എക്സാമ്പിളുകളെ കുറിച്ച് പറഞ്ഞു. പിന്നെ വേരുപടലം, തായ് വേരുപടലം, നാര് വേരുപടലത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു. പിന്നെ എക്സാമ്പിൾ ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ കണ്ടുപിടി ദ്വിബീജസത്രങ്ങളും ഏകബീജ സസ്യങ്ങളും കൊണ്ട് കഴിഞ്ഞ് അതോടുകൂടിയിട്ട് ഈ ചാപ്റ്റർ എന്താണ് അവസാനിച്ചു. ഓക്കെ. പിന്നെ അതുപോലെ വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്നതും നശിച്ചുപോയതുമായിട്ടുള്ള സസ്യങ്ങളെ കുറിച്ച് എന്ത് ചെയ്യുക, കൂടുതൽ ഡീറ്റെയിൽസ് കണ്ടുപിടിച്ചിട്ട് നോട്ട് ഡൗൺ ചെയ്യുക. ഓക്കെ. ഇതോടുകൂടി എന്റെ ക്ലാസ് ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. താങ്ക് യു.